വാർത്തകൾ വിശദമായി. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. പൊതുമരാമത്ത് വകുപ്പിലെ കൊടുമഴിമതിയുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസൻ എം പോൾ 2015 ജൂൺ 23-ന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, അന്നത്തെ ധനമന്ത്രി KM മാണി, വകുപ്പ് തല സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കുള്ളതായാണ് വിജിലൻസ് റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ട് പൂഴ്ത്താനായി ഇബ്രാഹിം കുഞ്ഞിന് രമേശ് ചെന്നിത്തല കൈമാറി. ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ അലമാരയിൽ. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. റോഡ് പണി, സ്ഥലം മാറ്റം എന്നിവയുടെ പേരിൽ മന്ത്രിമാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കോടികൾ തട്ടിയതായാണ് വിജിലൻസ് റിപ്പോർട്ട്. മുൻ വിജിലൻസ് ഡയറക്ടറും ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുമായ വിൻസെന്റ് എം പോൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. 2015 ജൂൺ 23-ന് വിൻസെന്റ് എം പോൾ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്ക് കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്കും ഇത് കൈമാറി. ആദ്യം തുടർ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഫയൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൈമാറി തുടർ നടപടി ഉപേക്ഷിക്കുകയായിരുന്നു. മുൻ ധനമന്ത്രി KM മാണി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ പേരുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. മരാമത്ത് പണികളുടെ എസ്റ്റിമേറ്റ് തുക 300 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകിയും ചെയ്യാത്ത പണിക്ക് ബില്ല് നൽകിയും വഴിവിട്ട സ്ഥലമാറ്റം നടത്തിയും കോടികൾ കൊള്ളയടിച്ചുവെന്നാണ് റിപ്പോർട്ട്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, KSTP, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് വൻ അഴിമതി നടന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ളവരുടെ സ്ഥലമാറ്റത്തിന് 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ പങ്ക് മന്ത്രിമാർ നേരിട്ടോ ഏജന്റുമാർ മുഖാന്തരമോ കൈപ്പറ്റിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വ്യാപകമായ കൃത്രിമം കാണിച്ചാണ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയ കൈക്കൂലിയുടെ നഷ്ടം കരാറുകാർ നികത്തിയിരുന്നതെന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രിമാരുടെ അഴിമതി കേസ് സംബന്ധിച്ച് വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിശദീകരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പും ധനകാര്യ വകുപ്പും അതിനകത്ത് നടക്കുന്ന അഴിമതി സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോൾ ഗവൺമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ട്, കഴിഞ്ഞ വർഷം ജൂൺ 5-ന് സമർപ്പിച്ച റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിന്റെ മേൽ ഒരു തുടർ നടപടിയും വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വീകരിച്ചില്ല. ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉണ്ടായിട്ട് വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് എന്തിനാണ് വിജിലൻസ് മന്ത്രി പൂഴ്ത്തിവെച്ചത്? ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി. പാമോലിൻ അഴിമതിയിൽ വിചാരണ തുടരാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കേസിൽ ആരെയും ഇപ്പോൾ കുറ്റവിമുക്തരാക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെയും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ സർക്കാർ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കേരള ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് തെറ്റായ വിവരം നൽകിയെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് കുറ്റപ്പെടുത്തി. പാമോലിൻ കേസിൽ വിചാരണ തുടരുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ജിജി തോംസൺ, മുൻമന്ത്രി TH മുസ്തഫ, PV തോമസ് IAS തുടങ്ങിയവരുടെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ പ്രതികളും സർക്കാർ അഭിഭാഷകരും കുറച്ചു ദിവസമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ നീക്കങ്ങൾ അംഗീകരിക്കാതെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പാമോലിൻ ഹർജികളിൽ വാദം ഇന്ന് കേട്ടത്. വിചാരണ നടത്താമെന്ന ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജി കേരള ഹൈക്കോടതിയിൽ നിലവിലുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൌൺസിൽ രമേഷ് ബാബു അറിയിച്ചു. എന്നാൽ എല്ലാ ഹർജികളും ഹൈക്കോടതി തീർപ്പാക്കിയെന്നും അതിനുശേഷമാണ് സുപ്രീം കോടതിയെ പ്രതികൾ സമീപിച്ചതെന്നും VS അച്യുതാനന്ദന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. ഇതേ തുടർന്ന് കേരള ഹൈക്കോടതിയുടെ രേഖകൾ പരിശോധിച്ച സുപ്രീം കോടതി പാമോലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇല്ലെന്ന് കണ്ടെത്തി. കേരള സർക്കാരിനെതിരെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് രൂക്ഷ വിമർശനം നടത്തി. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ സർക്കാർ അഭിഭാഷകന് നൽകുന്നതാരെന്നും കോടതി ചോദിച്ചു. പാമോലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കുറ്റമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ 5 വർഷമായി കെട്ടിക്കിടക്കുകയാണെന്ന് PJ തോമസ് IAS അറിയിച്ചു. എന്നാൽ നിലവിൽ ആരെയും കുറ്റമുക്തരാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിചാരണ തുടരാനും തൃശൂർ വിജിലൻസ് കോടതിയോട് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. താൻ പ്രതിയാകുമെന്ന ഭയം കൊണ്ടാണ് പാമോലിൻ കേസ് പിൻവലിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തുടരെ കോടതികളിൽ നിന്ന് UDF സർക്കാർ പ്രഹരം ഏറ്റുവാങ്ങുകയാണെന്നും കോടിയേരി പറഞ്ഞു. പാമോലിൻ കേസിൽ അച്യുതാനന്ദൻ വിചാരിച്ചിട്ട് തന്നെ പ്രതിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. താൻ കേസിൽ ഇതുവരെയും പ്രതിയല്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു.
ഞാൻ ആ കേസിൽ ഞാൻ പ്രതിയല്ല. ശ്രീ EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്നെ സാക്ഷിയാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 5 കൊല്ലം അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്നു. അതങ്ങ് വിചാരിച്ചിട്ട് എന്നെ സാക്ഷി സ്ഥാനത്ത് നിന്ന് പ്രതിയാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരികെ വാർത്തയിലേക്ക്. സോളാറിൽ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി താൻ പല ഇടപാടുകളിലും ഇടനിലക്കാരിയായിട്ടുണ്ടെന്ന് സരിത. മുഖ്യമന്ത്രിയുമായുള്ള ഫോൺ സംഭാഷണം അടങ്ങുന്ന ഡിജിറ്റൽ തെളിവുകൾ സരിത സോളാർ കമ്മീഷന് കൈമാറി. 2 പെൻഡ്രൈവും 1 CD-യും അടങ്ങിയ ഡിജിറ്റൽ തെളിവുകളാണ് കൈമാറിയത്. കൂടുതൽ തെളിവുകൾ 13-ന് കൈമാറുമെന്നും സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. 2 പെൻഡ്രൈവും നിർണായക വിവരങ്ങളടങ്ങിയ 2 ഫയലുകളും ഉൾപ്പെടുന്ന തെളിവുകളാണ് സരിത കമ്മീഷന് കൈമാറിയത്. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവാണ് പെൻഡ്രൈവിലുള്ളതെന്ന് സരിത പറഞ്ഞു. ഒരു വ്യവസായിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ നടന്ന ഭൂമി കച്ചവടത്തിന് ഇടനിലക്കാരിയായി നിന്നത് താനാണെന്നും ഇത് തെളിയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോൺ സംഭാഷണം അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ഇതുകൂടാതെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയുടെ 3 മണിക്കൂറോളം വരുന്ന ഡിജിറ്റൽ തെളിവുകളും കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്ന് സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനകത്ത് ഉമ്മൻചാണ്ടിയുണ്ട്, അദ്ദേഹത്തിന്റെ മകനായ ചാണ്ടിയുമ്മനുണ്ട്, പിന്നെ മന്ത്രിമാര് മുൻ കേന്ദ്രമന്ത്രിയായ ശ്രീ KC വേണുഗോപാലുണ്ട്, നല്ലൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ മന്ത്രിമാരായ AP അനിൽകുമാർ, അടൂർ പ്രകാശ്, ശ്രീ ആര്യടൻ മുഹമ്മദ്, MLA-മാരായ ഹൈബി ഈഡൻ, PC വിഷ്ണുനാഥ് MLA, ചെങ്ങന്നൂർ എൻ്റെ നാട്ടിലെ MLA ആണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യും സ്വന്തക്കാരാകുമ്പോൾ. അപ്പോൾ അങ്ങനെയുണ്ട് ശ്രീ PC വിഷ്ണുനാഥ്. പിന്നെ മോൻസ് ജോസഫ് MLA, അദ്ദേഹത്തിന് സംഭവിച്ച വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ദുഃഖം കൊണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ്. ആ ദുഃഖം അതുപോലെ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ച നഷ്ടം തന്നെയാണ്. അത് വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പറയുകയൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ എന്നെ കൊണ്ട് പറയിക്കുകയാണ്. ബാക്കി പ്രധാനപ്പെട്ട തെളിവുകൾ മറ്റന്നാൾ കൈമാറും. ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് കൈമാറുമെന്നും സരിത പറഞ്ഞു. ഇന്ന് കൊടുത്തത് ഉമ്മൻചാണ്ടി സാറിന് ഡയറക്റ്റായിട്ട് ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിജിറ്റൽ എവിഡൻസ് പ്ലസ് ഇതിനകത്ത് നടന്ന കോൺസ്പിറൻസിയുടെ ഒരു 3 hours ഉള്ള മറ്റൊരു ഡിജിറ്റൽ എവിഡൻസ്, ഈ 2 ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യത്തെ നടുക്കിയ പെരുമ്പാവൂർ കൊലപാതകം നടന്നിട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴും പ്രതിയെ സംബന്ധിച്ച സൂചന പോലും ലഭിക്കാതെ അന്വേഷണ സംഘം. സമീപവാസികളുടെ വിരലടയാളം ശേഖരിക്കുന്ന നടപടി 2ാം ദിവസവും തുടർന്നു. അതേസമയം വനിതാ സെൽ CI രാധാമണി ആശുപത്രിയിലെത്തി ജിഷയുടെ അമ്മയുടെയും സഹോദരി ദീപയുടെയും മൊഴിയെടുത്തു. ജിഷയുടെ കൊലപാതകത്തിന് കാരണക്കാരായത് സംസ്ഥാന സർക്കാരാണെന്ന് ADGP R. ശ്രീലേഖ. താൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ആരംഭിച്ച നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതി 5 മാസത്തിനുള്ളിൽ ഇല്ലാതാക്കിയ സർക്കാരിന്റെ നിരുത്തരവാദിത്വത്തെ രൂക്ഷമായ ഭാഷയിൽ ബ്ലോഗിലൂടെയാണ് ശ്രീലേഖ വിമർശിച്ചത്. നിർഭയ പദ്ധതിയുടെ നോഡൽ ഓഫീസർ കൂടിയായിരുന്നു ശ്രീലേഖ. നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതി ഇന്നുണ്ടായിരുന്നെങ്കിൽ പെരുമ്പാവൂരിലെ ജിഷയ്ക്ക് ഇങ്ങനെയൊരു ഗതി ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ജിഷ, ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നു ADGP ശ്രീലേഖയുടെ ബ്ലോഗ് എഴുത്ത്. ബ്ലോഗിൽ വിമർശനങ്ങൾ നീളുന്നതെല്ലാം സർക്കാരിനെതിരെയാണ്. 2015 ഫെബ്രുവരിയിൽ വലിയ ആഘോഷത്തോടെ നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും വെറും 5 മാസം കൊണ്ട് തന്നെ പദ്ധതി കുഴിച്ചുമൂടപ്പെട്ടുവെന്ന് ADGP പല വാചകങ്ങളിലൂടെയായി പറഞ്ഞു വയ്ക്കുന്നു. 5 മാസം കഴിഞ്ഞ് നിർഭയയിൽ നിന്ന് എന്നെ മാറ്റിയപ്പോ അവിടെ വേറെ ആരും വരാൻ തയ്യാറായില്ല. അതുകൊണ്ട് അത് 5 മാസത്തെ ആയുസ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ജീവനോടെ കുഴിച്ചു മൂടി അത് എവിടെയോ കിടപ്പുണ്ട് മണ്ണിനടി. ഇനിയിപ്പം പുനഃജീവിപ്പിക്കണമെങ്കിൽ നമുക്ക് കുഴിച്ചു മാന്തിയെടുത്ത് വേറെ ഏതെങ്കിലും ഓഫീസറിനെ ഏൽപ്പിക്കണം, ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഓഫീസറെ ഏൽപ്പിക്കണം. പോലീസിനെ സ്ത്രീ സുരക്ഷയിലൂന്നിയ വിവിധതരം സന്നദ്ധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി കൂട്ടിയിണക്കുന്നതായിരുന്നു പദ്ധതി. അതിനായി പരിശീലനം സിദ്ധിച്ച ഒരു വളണ്ടിയർ ടീമിനെയും ശാസ്ത്രീയമായ ഒരു പ്രവർത്തന പദ്ധതിയും രൂപം നൽകി. കാസർഗോഡ് തൊട്ടുള്ള കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും നിർഭയയിലും തന്നിലും വിശ്വാസമർപ്പിച്ചു. പക്ഷെ പദ്ധതിയോട് സർക്കാരിന്റെ നയം തീർത്തും നിരുത്തരവാദപരമായിരുന്നു. വളണ്ടിയർമാർക്ക് വഴിച്ചിലവിന് പോലും പണം കിട്ടിയില്ല. സ്വന്തം കീശയിൽ നിന്ന് വരെ തനിക്ക് 60,000 രൂപ ചെലവാക്കേണ്ടി വന്നുവെന്ന് ശ്രീലേഖ പറയുന്നു. നിർഭയ കേരളം പദ്ധതിയുടെ തകർച്ചയോടെ പാവം ജിഷമാരാണ് ഇന്ന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജിഷ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലേഖ ബ്ലോഗ് എഴുത്ത് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കേരളത്തെ സൊമാലിയയോട് ഉപമിച്ച മോദിക്ക് ഹാഷ്ടാഗിലൂടെ സൈബർ ലോകത്തിന്റെ ഉചിതമായ മറുപടി. കേരളത്തിലെയും ഗുജറാത്തിലെയും സാമൂഹ്യ സൂചികകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹാഷ്ടാഗ് പോ മോനെ മോദി സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിയായി.
തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കേരളത്തെ സോമാലിയോട് ഉന്നയിച്ച നരേന്ദ്രമോദിക്ക് പൊങ്കാലയിടുകയാണ് ഫേസ്ബുക്കിൽ ട്രോളന്മാർ. കേരളത്തിലെയും ഗുജറാത്തിലെയും സാമൂഹ്യ സൂചികകൾ ചൂണ്ടിക്കാട്ടി പോമോനെ മോഡി എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെയാണ് നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി ഒരു വഴിക്കാക്കിയത്. കേരളത്തെ അപമാനിച്ച പ്രധാനമന്ത്രി പദവിയുടെ വില മറന്നു എന്നാണ് സോഷ്യൽ മീഡിയ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രമന്ത്രിസഭയിലെ മോദിയുടെ പ്രധാന അടുപ്പക്കാരിലൊരാളും വിവാദങ്ങൾ കൊണ്ട് സ്ഥിരം പണി വാങ്ങുകയും ചെയ്യുന്ന സ്മൃതി ഇറാനിയും ട്രോളിലെ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. പോമോനെ മോഡി എന്ന് കേരളം പറയുമ്പോൾ എല്ലാ രാജ്യത്തും പോയി കഴിഞ്ഞില്ലേ, ഇനി എങ്ങോട്ട് പോകാനാണ് എന്നാണ് സ്മൃതി ചോദിക്കുന്നത്. മോദിയുടെ വലങ്കൈയായ അമിത്ഷായെയും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടിട്ടില്ല. കളിയാക്കി തകർക്കുകയാണ് അമിത്ഷായെയും. വെറും ചിരിക്കപ്പുറം ഗുജറാത്തിലെ സാമൂഹ്യ സൂചികയുടെ താരതമ്യം പുറത്തുവിട്ട് കൃത്യമായ വിമർശനവും ട്രോളായി പടരുകയാണ്. ബീഹാറിലെ DNA പ്രയോഗം പരാമർശിച്ച് ബീഹാർ ജനത നൽകിയ മറുപടി ഓർമ്മയില്ലേ, അതേപോലെ കേരള ജനതയും മറുപടി പറഞ്ഞോളുമെന്നും ട്രോളന്മാർ മോഡിയെ ഉപദേശിക്കുന്നു. അതോടൊപ്പം MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും തരംഗമാവുകയാണ്. ചോരക്കറ താങ്കളുടെ കയ്യിലാണ് മോദി എന്നാണ് MA ബേബി മോദിയെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ വടി കൊടുത്ത മോദിക്ക് കിട്ടിയത് അടിയുടെ പേട്ടയെന്ന് സാരം. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ നരേന്ദ്രമോദി സോമാലിയ വിവാദ പരാമർശത്തെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. എറണാകുളം തൃപ്പൂണിത്തുറയിൽ നടന്ന പ്രചരണ യോഗത്തിൽ ഇടത് വലത് മുന്നണികളെ വിമർശിച്ച് മോദി പ്രസംഗം അവസാനിപ്പിച്ചു. കേരളത്തെ സൊമാലിയോട് ഉപമിച്ച നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ ന്യായീകരിച്ച് കുമ്മനം രാജശേഖരൻ കേരളത്തിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നേർക്കാഴ്ചകൾ നിഷേധിച്ചിട്ട് കാര്യമില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സോമാലിയയിലെ സ്ഥിതിഗതികൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രചണ്ഡമായ പ്രതിഷേധ വികാര പ്രകടനങ്ങളുമായി ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിന്റെയും കൊടും പട്ടിണിയുടെയും ഒരു നേർക്കാഴ്ചയാണ്. തിരികെ വാർത്തയിലേക്ക്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവർ അനുസ്മരണം കൊച്ചിയിൽ നടന്നു. സമ്മേളനത്തിൽ ടെലിവിഷൻ മാധ്യമരംഗത്തെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. COA വൈസ് പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, മറ്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവരും സംസാരിച്ചു. രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള കേബിൾ TV വ്യവസായ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ അനുശോചനം അറിയിച്ചു. തൃശൂർ പൂങ്കുന്നം സീതാരാമ ക്ഷേത്രത്തിലെ വസന്തോത്സവത്തിന് തുടക്കമായി. ബോളിവുഡ് താരം അമിതാഭ് ബച്ചനാണ് 10 ദിവസം നീളുന്ന നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്രം രക്ഷാധികാരിയും കല്യാൺ ജ്വല്ലേഴ്സ് MD-യുമായ TS കല്യാണരാമന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമിതാഭ് ബച്ചൻ തൃശൂരിലെത്തിയത്.